കേട്ടോ കനകം, പണ്ട് പടവലം തെക്കിനിലെ ഉത്സവം എന്തോരു ആഘോഷമായിരുന്നെന്നറിയാവോ? ആ പ്രദേശത്തെ ഒരു ചെറിയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. മീനമാസത്തിലെ ആയില്യം ആ വിശേഷം. എന്തുമാത്രം ആൾക്കാരാ തടിച്ചു കൂടുന്നതെന്നറിയാവോ? അപ്പൊ എത്ര ആൾക്കാർ കാണും? ഒരു 100-300 ആൾക്കാർ കാണും. അവരൊക്കെ മിറ്റത്തിങ്ങനെ നിൽക്കും. വീടിനകത്താണ് നാഗരെ ഇരുത്തിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ വരിവരിയായിട്ട് ചെന്ന് വേണം, അകത്ത് കയറി വേണം തൊഴാന്. പിന്നെ ഒരു 3 ദിവസത്തെ ഉത്സവമായിരിക്കും. 3-ാമത്തെ ദിവസം ഭയങ്കര ആഘോഷമാവും. ഭയങ്കര സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി, ഒന്നും പറയണ്ട, എന്തൊരു വിശേഷമാണെന്നറിയാവോ? അപ്പൊ ഇത്രയും ആൾക്കാർ എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും? മിറ്റത്ത് മൊത്തം പന്തലെടുത്തില്ലയോ, അവിടെ നല്ല തൂശലെ അങ്ങോട്ട് നിരത്തും. അവിടെ പായൂടും, അവിടെ ഇരുന്ന് കഴിക്കും. അപ്പൊ ഇത്രയും പേർക്ക് അമ്മമ്മയാണോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, തിരുവല്ലായിന്ന് പാചകക്കാര് വരും. കേൾവി കേട്ട പാചകക്കാരാ. ഇതൊക്കെ എന്നെ അവിടെ കല്യാണം കഴിച്ചോണ്ട് ചെല്ലുന്ന സമയത്തുള്ള കാര്യങ്ങളാണേ. അന്ന് അപ്പൂപ്പന്റെ ചേട്ടനും ഉണ്ട്. പിന്നെ എല്ലാരും പല വഴിക്ക് പോയപ്പം ഉത്സവം മടങ്ങി. പിന്നെ ആൾക്കാരും വരാതെയായി. அம்மா எங்க அம்மாவோட ஊர் இருக்கு, பார்வதிபுரம் சொல்லும். நம்ம மதுரையில இருந்து கொஞ்சம் தள்ளித்தான். அங்க ஒரு மாரியம்மன் கோவில் இருக்கு, முத்துமாரியம்மன். அங்க திருவிழாமா நீங்க சொன்ன மாதிரி தான் ரொம்ப கொண்டாட்டமா இருக்கும். ഇന്നെന്ത് പറ്റി പതിവില്ലാണ്ട് അടുക്കള ദശക്കാർ ഊഞ്ഞാൽ ദശത്തെത്തിയേക്കുന്നത്? കാപ്പിയൊക്കെ കൃത്യസമയത്തിന് കഴിച്ചായിരുന്നോ? ആ, അപ്പൊ ഇനി ഊണ് കുറച്ച് താമസിക്കും. എന്താ? ഓ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഞങ്ങൾ കിച്ചണിൽ പോവാം. ഓ, എന്നാ പിന്നെ ഗംഭീരം. അതെന്തേ, ഇഷ്ടപ്പെട്ടില്ലേ അവിടുന്ന്? என்னோட கௌரி, அங்க கொஞ்சம் வேலைதான் மிச்சம் இருக்கு. தோரனுக்கெல்லாம் அரிஞ்சு வச்சிருக்கோம், ஜஸ்ட் அது காய்ச்சணும், அவ்வளவுதான். പിന്നെ അതും കൂടെ അങ്ങ് സമയം പോലെ ചെയ്തോട്ടെ അല്ലേ? അല്ല, കുടുംബത്തിലെ മൂത്ത പുത്രൻ രാവിലെ 5 മണിക്ക് പടവലത്ത് പോയതാണല്ലോ. മണി 10 കഴിഞ്ഞു, ഇതുവരെയായിട്ട് വന്നിട്ടില്ലേ അവൻ? അതിപ്പോ അവിടെ ചെന്നപ്പോ ഉമേഷിനെ കണ്ടു കാണത്തില്ല, അതാ അവനിങ്ങ് വന്നോളൂ. ഇനിയിപ്പോ ബൈക്കിന്നേന്ന് പറഞ്ഞോണ്ട് വരും. എത്ര ദിവസമായി ഞാൻ പടവലത്ത് പോയിട്ട്. നമുക്ക് പോയാലോ ശിവ? പോവാം. എന്നാ പിന്നെ ഞാനും വരുന്നു. എന്നാ പരിപാടി ക്യാൻസൽ. ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോ പരിപാടി ക്യാൻസൽ എന്നാ? അമ്മായിക്ക് ഞാൻ വരുന്നെന്ന് പറഞ്ഞ എന്താ കുഴപ്പം? എടാ, ഞാൻ തമാശക്ക് പറഞ്ഞത്, നീ വാ. തമാശക്ക് പറഞ്ഞെന്നാ? അല്ലെങ്കിൽ അമ്മായിക്ക് കൊച്ചുപിള്ളേരെ ഇഷ്ടമല്ല. പാറുവേ, നീ പറഞ്ഞു എങ്ങോട്ട് പോണ? അമ്മായിയുടെ സൈക്കോളജി ഒക്കെ എനിക്കറിയാം. സൈക്കോളജി അറിയാന്ന? ആ, എത്തിയല്ല യുഗപുരുഷൻ. ഓ, എന്റെ പൊന്നമ്മൂമ്മോ, പറയണ്ട. എന്താ മോനെ? ഞാൻ നമ്മുടെ പടവലത്തെ വീട്ടിലോട്ട് വന്നപ്പോഴേ മൊത്തം ആൾ തിരക്കും ബഹളവും. എന്ത്? ഞാൻ വിചാരിച്ച നമ്മുടെ വീട്ടിൽ കള്ളം കയറിയെന്ന്. കള്ളം കയറിയോ? പിന്നാണ് മനസ്സിലായത് മൊത്തം കള്ളന്മാരാണ് വീട്ടിൽ കയറിയേക്കണേന്ന്. അമ്മൂമ്മ, പറമ്പിൽ ഒടിഞ്ഞു കിടക്കണ ചുള്ളി, കമ്പ്, പിന്നെ നമ്മുടെ മറ്റേ അടയ്ക്ക എല്ലാം പറക്കിയെടുക്കാൻ വേണ്ടി നാട്ടുകാർ കയറിയതാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ഞാൻ അത്തോട്ട് കയറി പോയി. എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാരും കൂടെ പെട്ടെന്ന് പേടിച്ച് വരണ്ടേ, എന്തെങ്കിലും ഇവ പറയുമോ എന്നുള്ള രീതിയിലൊരു നിപ്പ്. ആ, മോനൊന്നും പറയാൻ പോണ്ട. ഇതെന്താ മക്കളെ സഞ്ചിയില്? ഇതാ, ഇതിന്റെ കാര്യം ഞാൻ പറയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അമ്മൂമ്മ, നമ്മുടെ പടവലത്തെ നടുത്തളം ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് ഒരു അറയുണ്ടല്ലോ, നിലവറ. ആ നിലവറയിൽ കിടന്ന സാധനമാണ്. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, ഞാനും എടുത്ത്. ഇത് അമ്മൂമ്മ എല്ലാം കണ്ടേക്കണ കാണിച്ചേ. നല്ല സിഗ്മ ഫേസ് അല്ലേ? ജോലിയൊക്കെ ഉണ്ട്. നല്ല രസം കാണാൻ. എടാ, നീ എന്തിനാ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ? കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തോണ്ട് വന്നു. നോക്കട്ടെ. നോക്ക്, അത്ര നിനക്കൊക്കെ എന്തിനാ?